നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്കോ SIP-യിലേക്കോ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് വലിയ റിസ്ക് എടുക്കാതെ ലോങ് ടേമിലേക്ക് ഹയർ റിട്ടേൺ ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഫണ്ട് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതിൽ മെയിൻലി ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Nifty 50 ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ രാജ്യത്തിലെ 50 കമ്പനികളിലേക്ക് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് 13-14% റിട്ടേൺസ് കൺസിസ്റ്റന്റ്ലി ഇൻഡെക്സ് ഫണ്ടുകൾ തന്നിട്ടുമുണ്ട്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളാണ്. ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിസ്ക്കും ലോ റിസ്ക്കും മോഡറേറ്റ് റിസ്കിലേക്കും ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്യാപ് കമ്പനി, മിഡ് ക്യാപ് കമ്പനി, സ്മോൾ ക്യാപ് കമ്പനി, ഈ മൂന്നിലേക്കും ഒരു പെർസെന്റേജ് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫണ്ടിനെ നിങ്ങൾക്ക് വലിയ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫണ്ടുകളുടെ സജഷൻ എന്ന് പറഞ്ഞാൽ അത് എന്റെ മാത്രം സജഷൻ ആണ്. എന്റെ എക്സ്പീരിയൻസിൽ എന്ന് പറഞ്ഞാണ് ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തറവായിട്ട് ഫണ്ടുകളെ പറ്റി പഠിക്കുക. ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫിനാൻഷ്യൽ കണ്ടന്റ്സിന് വേണ്ടി എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്തേക്കുക.